എന്നോട് കർത്താവ് പറയാനൊരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ 3 പേര് എന്നെ നോക്കിക്കേ. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് യൂട്യൂബ് കണ്ടിട്ടാണോ വരുന്നത്? അതെ അതെ. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോയി ചെന്ന് അടുത്തൊരു 30 ദിവസത്തിനകം നിങ്ങൾക്കൊരു വിടുതൽ നടക്കും. അത് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട കേസിന്റെ അകത്ത് ഒരു വിടുതൽ ദൈവം ചെയ്യാൻ പോകുന്നതിനോട് പറയാം. അഭയ് മോനാ, നീ എന്തോ ചെയ്യുന്നു? IT പഠിക്കുന്നു. IT ആണോ അതോ IT ഇൻഫർമേഷൻ ടെക്നോളജി? രണ്ടാം വർഷമല്ലോ? 2 വർഷം. നീ എന്ത് ചെയ്താലും നീ ഒരു പാസ്റ്ററാകും. നീ ഏതുവരെ പഠിച്ചാലും നീ ഒരു പാസ്റ്ററാകും. ഞാൻ ഒരു കാഴ്ച കാണുന്നു പറയാം. കർത്താവ് എന്നെ കാണിക്കുന്നു. നിന്റെ കയ്യിൽ കൂടെ ഒരു ഉണർവ് നടക്കും. 2027 വേണ്ടി നീ പ്രാർത്ഥിച്ചോണം. അന്ന് കർത്താവ് എന്നോട് പറയുന്നു, നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്തൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു ഉണർവ് നടക്കും. ജനം തിങ്ങി നിറഞ്ഞു വരുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു കൊടങ്ങലോ എന്തോന്നാ ആ പറഞ്ഞ സ്ഥലം കൊടങ്ങ. അത്ഭുതം നടക്കും. നീ ദൈവത്തിന്റെ പ്രതീക്ഷയാ. നീ ഇങ്ങ് വന്ന് നിന്റെ മേലെ ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ് ഇടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ കിടക്കുന്ന പ്രവാചക അഭിഷേകം ജ്വലിക്കട്ടെ. ഒരു പ്രവാചകനായി പുറത്തു വരട്ടെ. ഒരു പ്രവാചകനായി പുറത്തു വരട്ടെ. ഹല്ലേലൂയ. മോനെ, എന്നോട് കർത്താവ് നീ സക്സസ് ആകും. നീ ഇതിനു മുന്നേ ശ്രദ്ധിച്ചോണം. നിനക്ക് ആന്ധ്രയിലേക്ക് ഒരു വേക്കൻസി വരും. ആന്ധ്ര, അവിടുത്തെ ദൈവം നിന്നെ പഠിപ്പിക്കും. നീ ഇന്ന് മുതൽ വചനം നീ ധ്യാനിച്ചിറങ്ങിക്കോണം. നിന്റെ അപ്പന്റെ അമ്മയുടെ പ്രതീക്ഷയാ നീ. ഞാൻ ഇത് പറയുമ്പോ കർത്താവ് എന്നെ സന്ധ്യ ആരാ മൈക്ക് എടുത്ത് ചോദിച്ചു ആരാ സന്ധ്യ സിസ്റ്റർ, ഇന്ന് നിങ്ങളുടെ കണ്ണുനീരിന് എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു. കഴിഞ്ഞ 5 വർഷമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണ്. 5 വർഷമായി 3 വിഷയത്തിന്റെ മേൽ കരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ നടക്കത്തില്ല എന്ന് വിധി എഴുതിയ ഒരു വസ്തു ഇന്ന് വിൽക്കാൻ പോവാ. വിമൽ കുമാറോ നിമൽ കുമാറോ ആരാ? വിമൽ കുമാർ. അതാരാ? ബായ് ഇവിടെ കുമാർ. ഒരാളൂടെ ഉണ്ടല്ലോ. മോളുണ്ട്. വെയിറ്റ്, അതെന്തോ പഠിക്കുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. 4 വർഷം. അതൊക്കെ വലിയ ഉയർന്ന നിലയിൽ ചെന്നോളൂ. ഒന്നും അറിയണ്ട.
അതൊക്കെ മസ്കറ്റിന്റെ വാഗ്ദാനങ്ങളാ, അതല്ല. ഇതേ നിൽക്കുമ്പോഴോ ഒരു ബലം. ഇപ്പുറത്തോട്ട് പോരാ, രണ്ടുപേരും ഇപ്പുറത്തോട്ട് പോരാ. ചന്ദ്രുവിനും അമ്മയും അപ്പനും ഇപ്പുറത്തോട്ട് പോരാ. തല ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ. കതല അവിടെ നിന്നോണം, പ്രാർത്ഥിച്ചോണം. ഏതവൻ മരണക്കണി വെച്ചാൽ അവനെ ഞാൻ പൊട്ടിക്കും. ജിനോ ബ്രദറിന് എവിടുന്നായി ധൈര്യം? ചിലർ ചോദിക്കും ജിനോ ബ്രദർ എന്തോ വേറെ ഒരു വിട്ടു. കർത്താവിനെ എനിക്കറിയാം. ഒരു മരണക്കണിക്ക് ഞാൻ വിട്ടു കൊടുക്കത്തില്ല, കട്ട് ചെയ്യും. അവിടെ നിന്നോണം. ഞാൻ കാണുന്ന കാഴ്ച പറയാം. നിനക്ക് വസ്തു വിൽക്കാനുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. നീ ഇപ്പുറത്ത് വാ. എന്നാന്നറിയോ, അവന് ഇച്ചിരി സ്ട്രോങ്ങാ. അച്ഛൻ ഇച്ചിരി പതറിയാ നിൽക്കുന്നത്. ഫിനാൻസ് ഇന്ന് അഴിച്ചു തരും. പോരെ. ഈ മുമ്പ് ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞായിരുന്നു, കൊടങ്ങലോ എന്തായിരുന്നു? എന്തോന്നാ? കൊടങ്ങാവിള. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം അങ്ങനെ ഒരു സ്ഥലം. കേരളത്തിന് ഭൂപടത്തിലുണ്ടോ എന്ന് ഇനി ഞാൻ ചെന്നിട്ട് തപ്പി നോക്കണേ. കൊടങ്ങാവിള. വിളയെന്ന് കേട്ടിട്ടുണ്ട്, ചെരുവിള, കളിക്കാവിള. പക്ഷെ നിങ്ങൾ താമസിക്കുന്ന ഈ വേറെ സ്ഥലത്താണോ? ആണല്ലോ, വേറെ സ്ഥലത്താണോ? ആണോ? ആണോ? നീ ഞങ്ങളുടെ മീറ്റിംഗ് കാണാറുണ്ടല്ലോ. വകുപ്പ് അറിയാം, അതുകൊണ്ടാണ്. സ്ഥിരം കാണാറുണ്ടോ? മിടുക്കൻ. പൂവത്തൂരില്ല വസ്തു വിൽക്കാൻ കിടക്കണേ. നമ്മളിപ്പോ താമസിക്കുന്ന കൊടങ്ങാവിള. അങ്ങനെയാണോ വസ്തു വിൽക്കാൻ കിടക്കുന്നത്? കൊടങ്ങാവിള. പൂവത്തൂര്. പൂവത്തൂര്. എന്നെ തെറ്റിക്കല്ലേ. വിൽക്കുന്നിടത്തോട്ട് നമുക്കൊന്ന് പോകാം. വരട്ടെ. ഇതോടുകൂടി നിങ്ങളുടെ ഒരു വസ്തു വിൽക്കും. നിർത്തിയത് എങ്ങനെയാന്ന് കണ്ടോണം. ഒരേ അറിയാവോ? ഇല്ല, രണ്ടുപേരെ അറിയത്തില്ലല്ലോ. നന്നായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ വസ്തുവിലോട്ട് കയറുന്ന വഴിയും ഇവരുടെ വിൽക്കാനിരിക്കുന്ന വസ്തുവിലോട്ട് കയറുന്ന വഴിയും ഏകദേശം ഒരുപോലെ. എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോട് നിങ്ങൾ പൂവത്തൂരുള്ള വസ്തുവല്ലേ വിൽക്കേണ്ടത്, അല്ലേ? പൂവത്തൂര് നമ്മുടെ എവിടെ കിടക്കുന്നത്? അല്ല, ആ സ്ഥലത്തിന് പ്രോപ്പർ സ്ഥലം, ഈ വസ്തു കിടക്കുന്ന പ്രോപ്പർ സ്ഥലത്തിന് പേര് വേണം. മുക്ക്. ഈ പൂവത്തൂര് അതുപോലെ ഈ ജംഗ്ഷനല്ല, അതുപോലെ ഒരു സ്ഥലമാണ് കർത്താവിനെ കാണിക്കുന്നത്. ഈ വസ്തുവിലോട്ട് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്തോ? പൂവത്തൂര് അല്ലാതെ വേറെ പേരുണ്ടോ? മഞ്ചവളാകം. എന്തോന്നാ? മഞ്ചവളാകം. നമ്മളെന്താന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? മല്ലേൽ മുക്ക്. നിങ്ങൾ എന്താ പറഞ്ഞേ? മഞ്ചവളാകം. അങ്ങനെ വഴിക്കാം. മോനെ, ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. രണ്ട് വഴി ചേർന്നൊരു സ്ഥലമാണ് കർത്താവിനെ കാണിക്കുന്നത്. ഈ മഞ്ചവളാകം. ശരിയാണോ? ശരിയാണോ? ആണെങ്കിൽ ആണെന്നോ അല്ലേ? അല്ലെന്നോ? ആണ്. രണ്ട് വഴി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പൂവത്തൂരിൽ നിന്ന് കുറച്ചുകൂടെ ദൂരമുണ്ട്. പക്ഷെ ഒരു 4 കിലോമീറ്ററോളം ഉണ്ടോ? 4 ഇല്ല പക്ഷേ. എത്ര ഉണ്ട്? ഒരു 2-നകത്തേ ഉള്ളൂ. പക്ഷെ 4 അതോ ഈ വസ്തു വഴിയാണോ 4 കിലോമീറ്റർ? കറങ്ങിപ്പോ, പക്ഷെ കറങ്ങിപ്പോയാൽ 4 എത്തും. ഓക്കെ, ഞാൻ ഇനി കാണുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഈ സ്ഥലം അറിയത്തുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ റോഡ് ഇതെങ്ങോട്ട് കിടക്കുന്ന റോഡായത്? കാരക്കോണം കിടക്കുന്ന റോഡായത്. അറിയാവോ? കാരക്കോണം കിടക്കുന്ന റോഡാ. ഞാൻ ഈ കാണുന്ന കാഴ്ച ഞാൻ പറയാം മോനെ. ഈ മെയിൻ റോഡിൽ നിന്ന്
കുറച്ചു ഒത്ര പോണ്ട് തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്ററിനകത്ത് കിടക്കുന്ന കറക്റ്റാണോ വസ്തുവാണോ ഇത്? 100 മീറ്ററിനകത്ത് കിടക്കുന്നത്. കാരണം ഇന്നും കൊണ്ട് ആ വസ്തു വിൽക്കണം. നിങ്ങളുടെയോ മെയിൻ നിങ്ങളുടെയോ 100 മീറ്റർ കിടക്കുന്ന വസ്തുവാണ് നിങ്ങളുടെ. ഒരു ചെറിയ വ്യത്യാസമുണ്ട്, നോക്കട്ടെ, ഞാൻ പറയാം. നോക്കിയിട്ടെടുത്ത് രണ്ടും കൂടെ തപ്പി പിടിച്ചെടുക്കണേ. അതിനെ ആഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പുതിയ വസ്തു വീടുമൊക്കെ നമ്മൾ വാങ്ങിക്കുവാ. അവിടെ ധൈര്യമായിട്ടിരി, ഞാനില്ലേ ഇവിടെ നിൽക്കുന്നേ. ഞാൻ കാണുന്ന ഒരു ഇടവഴിയാ കാണിക്കുന്നത്. ഇടവഴിയാ കാണുന്നത്. റോഡിൽ നിന്ന് ഞാനിപ്പോ നിൽക്കുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാ കയറുന്നത്. അതെ, കറക്റ്റ് ആണോ? നിങ്ങളുടെ എങ്ങോട്ടാ കയറുന്നത്? ഇടവഴി ലെഫ്റ്റിലോട്ടാണോ? ലെഫ്റ്റിലോട്ടാ കയറുന്നത്. കോൺക്രീറ്റ് ഇട്ട റോഡാണ്. കറക്റ്റ് ആണോ? കോൺക്രീറ്റ് റോഡാണോ? കോൺക്രീറ്റ് ആണോ? കോൺക്രീറ്റ് എസ്റ്റിമേറ്റ് തീരത്തില്ല. അങ്ങനെ നിൽക്കട്ടെ. മോനെ, ഞാൻ ഈ വഴിയിലോട്ട് കയറുക, ഈ റോഡിലോട്ട് കയറുക, കോൺക്രീറ്റ് റോഡിലോട്ട് കയറുക. കയറുന്നതിന് മുമ്പ് എനിക്കിവിടുന്ന് നോക്കിയാൽ ഒരു ട്രാൻസ്ഫോമർ കാണാം. ഉണ്ടോ? അച്ഛനോട് ചോദിച്ചു. ഉണ്ട്. ട്രാൻസ്ഫോമർ കാണാം. അതാണ് ഒരു അടയാളം. ഓക്കെ. ഇടതുവശത്ത് റബ്ബർ കാണുന്നു. റബ്ബർ ഉണ്ടോ? ഇടതുവശത്ത് റബ്ബർ കാണുന്നു. റബ്ബറും കഴിഞ്ഞൊരു പൊക്കത്തിലുള്ള വസ്തു എന്നെ കർത്താവ് കാണിക്കുന്നു. ഞാൻ കയറി ചെല്ലുമ്പോൾ കുറച്ച് പൊക്കമുണ്ട്. പൊക്കത്തുള്ള വസ്തു. പക്ഷെ എൻ്റെ ഈ പൊക്കമാണ് കാണിക്കുന്നത്. പൊക്കത്തുള്ള വസ്തു കാണിക്കുന്നു. ആ മുള്ളുവേലി ഇട്ട വസ്തുവാണോ നിങ്ങളുടെ വസ്തു? ആണോ? അതുവഴിയാണോ പോകണ്ടേ? മുള്ളുവേലി ഇട്ട വസ്തുവിന്റെ അതുവഴിയാണോ നടന്നു പോകുന്നത്? മുള്ളുവേലി തീരുന്നിടത്ത് ഒരു ചെറിയ വഴിയുണ്ട്. ഉണ്ടോ? അതാണോ നിങ്ങളുടെ വസ്തു? അതിന്റെ അപ്പുറത്ത് കാണുന്നതാണോ വസ്തു? ഇനിയും പോണോ? ചേട്ടാ, ഇത് കുറെ ആയല്ലേ ഇത്. എനിക്കിവിടെ നോക്കുമ്പോൾ ഒരു 2-3 വീടുകൾ ഞാൻ കാണുന്നുണ്ട്. 3 വീടുകൾ, 3 ഓടിട്ട വീടുകളാണ് കാണുന്നത്. ഉണ്ടോ? പറയാം, ഒന്നുകൂടെ പറയാം. 2 ഓടിട്ട വീട്, ഒരു വാർത്ത വീടും ഉണ്ട് അതിൻ്റെ അകത്ത്. ശരിയാണോ? ഇവിടെ നോക്കിയാൽ ദൂരെ നിന്ന് കാണുന്ന വീടാ. ഒരു 3 വീടുണ്ട്. ശരിയാണോ? സംശയിക്കല്ലേ. ആണെങ്കിൽ ആണ്, അല്ല അല്ലെന്ന് പറഞ്ഞോണം. ദൂരെ നോക്കിയാ കാണുന്നത്. അമ്മാമ, ആ പറഞ്ഞ വീട് ഈ മുള്ളുവേലി കഴിഞ്ഞ് തൊട്ടപ്പുറത്തിരിക്കുന്ന വീടിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നു. ഒരു ഷീറ്റ് ഇട്ട വീട്, മുള്ളുവേലി കഴിഞ്ഞ്, അത് കറക്റ്റാ. മുള്ളുവേലി കഴിഞ്ഞ് ആ ഇടവഴി പോലുള്ളത് കഴിഞ്ഞ് ഒരു ചെറിയ ഇടവഴി, ഒരു ചെറിയൊരു ഇതുപോലെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വേണേ ഒരു അടയാളം കൂടെ പറയാം. ഈ സർക്കാർ ടാപ്പിന്റെ ഒരു സംഭവം അവിടെ ഇരിക്കുന്നത്. അവിടെ ഷീറ്റ് ഇട്ട വീടാ അവിടെ ഉള്ളത്. ആണോ? ഇല്ല, മിറ്റമൊന്നും ഇല്ലാത്തൊരു വീട് ആണോ? ആണ്. ഞാൻ കണ്ടത് ചൂടെ ദൂരെ നിൽക്കുന്ന ഒരു വീടാ കാണുന്നത്. എനിക്ക് ഇവിടുന്ന് കാണാം. അതിൻ്റെ അകത്ത് സെൻട്രിൽ കാണുന്ന വീട്ടിൽ നിന്നൊരു അലമുറ കിടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി, ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി, ഈ വലതുവശത്ത് കാണുന്ന വസ്തു ആണോ നിങ്ങളുടെ വസ്തു? അത് തന്നെയാണോ? ഇത് എത്ര സെന്റ് ഉണ്ട്? 15 സെന്റ് ആണോ? എത്ര ഇത്? 16 സെന്റ് ഉണ്ട്. 2 പേർക്ക് അനിയൻ ചേട്ടൻ. നിങ്ങൾക്ക് എത്ര സെന്റ് ഉണ്ട്? 15 സെന്റ്. 16 സെന്റ് ഉണ്ട്. 16 സെന്റ് ഇല്ല, 15.5 സെന്റേ ഉള്ളൂ. അത് മൊത്തം വഴിക്ക് പോയിട്ട് ശേഷം ഇത്രയല്ലേ ഉള്ളൂ. വഴിക്ക് പോയതാണ്. ഇത് എത്ര പോയ വഴിക്കാണ്? 1/2 സെന്റ് പോയത്. ഇത് വഴിക്കാണ്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള വസ്തു തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇതിൻ്റെ അകത്ത്. സർക്കാരിന്റെ പൈപ്പ് നിങ്ങളിവിടെ ഉണ്ട്.
ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു. ഇടതുവശത്ത് നിങ്ങൾക്കും റബ്ബറ. ഓ, എന്തോ നിങ്ങളുടെ അവിടെ കയറുമ്പോൾ ഇടതുവശത്ത് റബ്ബർ, ഇവരുടെ അവിടെ കയറുമ്പോൾ ഇടതുവശത്ത് റബ്ബർ. കയറി 100 മീറ്റർ 16 സെന്റാണ്, ഇപ്പൊ 15.5 സെന്റേ ഉള്ളൂ. 1/2 സെന്റ് വഴിക്ക് പോയി. നിങ്ങളുടെ വസ്തു കഴിഞ്ഞ് ഒരു ചെറിയ ഇടവഴിയുണ്ട്. ഒരു ചെറിയ ശക്കല മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ടൊരു ചെറിയ, അതേതോ ഒരു വീട്ടിലോട്ട് പോകുന്ന വീട്ടിലോട്ടുള്ള ഒരു വഴി ഉണ്ട്. ഉണ്ട് സാറേ, ശരിയാണോ? ആറേ സാറേ, 1 മിനിറ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് ഇപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾക്കൊരു 7 സെന്റ് കിട്ടാനുള്ളൂ. കിട്ടാവുള്ളൂ. വിൽക്കാൻ നോക്കിയിട്ടൊട്ട് നടക്കൊന്നുമില്ല. ഒരാൾ അതിൻ്റെ അകത്ത് ബലം പിടിക്കുന്നുണ്ട്. ഏതാ? നമ്മളോട്. അതാണോ സാറിന്റെ കുടുംബത്തേക്ക് പോകുന്ന വഴി? അതാണോ കുടുംബം? പക്ഷെ ഇത് ഞാൻ പുതിയ വീടായത്, പഴയ വീടല്ല. പുതുക്കിയല്ല, ഇത് പുതിയ വീടല്ല. പഴയ ഞാനൊരു പെര കാണുന്നു. ഈ ഓടിട്ട ഒറ്റക്കോടി പെരയായിരുന്നോ നിങ്ങളുടെ? അതെ, ഓടിട്ട ഒരൊറ്റക്കോടി പെര. 1, 2, 3 ചെറിയ മുറിയുള്ള വീടായിരുന്നോ? ആയിരുന്നോ? 1, 2, 3 ചെറിയ മുറി. അതിനകത്ത് ഒരു മുറി ഉപയോഗമില്ലാത്ത ഏതോ ഒരു മുറിയാ. അതിനകത്ത് എന്തൊക്കെയോ ഇട്ടിരിക്കുന്നത്. ഞാൻ പഴയ വീടാണ് കാണുന്നത്. 2 മുറിയാണ് അതിൻ്റെ അകത്ത്. ഈ നമ്മുടെ ഈ പഴയ വീട് എന്താ അതിന് പറയുന്നത്? ചെറിയ മുറിയെ, 10 ചെറിയ മുറികള്, ചെറിയ മുറിയെ കാണുന്നത്. സാറേ, ഇതിപ്പോ ചേട്ടനാണോ താമസിക്കുന്നത്? ആണോ? യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തിലല്ലല്ലോ അവരാരും. കാര്യം തുളസി ഇങ്ങനെ നിൽക്കുന്ന അവിടെ വാതുക്കൽ ഇങ്ങനെ 1 അല്ല 2 അല്ല 3 അല്ല, കുറെ തുളസി ഇങ്ങനെ നിൽക്കുന്നു. അത് തന്നെയല്ലേ? ഒരു കറുത്തിട്ടൊരു സ്ത്രീ, അതാരാന്ന് എനിക്ക് മനസ്സിലാവില്ല. വാതുക്ക നിൽക്കുന്നു. എന്നെ തടയുക, കയറ്റിവിടത്തില്ലെന്നാ പറയുന്നത്. എന്നെ തടയുന്നത്, അതെന്നോട് പറയുന്നത് ഞാൻ കയറ്റിവിടത്തില്ല. നിന്റെ സ്ഥലം ഇതല്ലെന്ന് എന്നോട് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു ഇത് എൻ്റെ സ്ഥലം കൂടായത്. മാറിയിക്കാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിനെ ബ്രേക്ക് ചെയ്യുന്നു. രണ്ടുപേരെ അടക്കം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഉണ്ട്, 2 പേരെ അടക്കം ചെയ്തിട്ടുണ്ട്. വെയിറ്റ്. യേശുവിന്റെ നാമത്തിൽ സകല ശാപത്തെ ബ്രേക്ക് ചെയ്യുന്നു. മന്ത്രവാദ കുരുക്കുകളെ ബ്രേക്ക് ചെയ്യുന്നു. മാറിയിക്കട്ടെ. വെയിറ്റ്. തിരിച്ചിങ്ങോട്ട് 7 സെന്റ് നമ്മുടെ. ഞാൻ കാണുന്നൊരു, ഇത് വിറ്റാൽ നിങ്ങളുടെ ഒരു 2-3 കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇതെങ്ങനെ നിങ്ങൾ വിൽക്കും? ഇത് തരാനൊട്ട് താല്പര്യം, ഇത് അതിരെങ്ങനെ തിരിക്കും നിങ്ങൾ? അതാണ് നിങ്ങളുടെ പ്രശ്നവും. ആണോ അതിര് തിരിക്കാൻ? നിങ്ങളുടെ അനിയന്റെ പേരെന്നാ? റജി. വേറെ ഉള്ളത് ഒന്ന് അണ്ണയുണ്ട്, ചേട്ടൻ വേറെ വലിയ മരമായി അജി. താരാ ഈ ബോർഡൊക്കെ വെക്കുമ്പോ എടുത്ത് കളയുന്ന ആളാരാ? റജി. അച്ഛാ, ഈ വസ്തുവിന്റെ മേലൊരു തീർപ്പുണ്ടാകാം. ഈ വസ്തുവിലൊരു തീർപ്പുണ്ടാകാം. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ അകത്തൊരു തീർപ്പുണ്ടാകും. ബലമായിട്ട് നിൽക്കുന്ന ഒരുവന്റെ നാവ് അടയും. നിങ്ങളോട് പറയും, എടുത്തോളാൻ പറയും. അത് അയാൾ തന്നെ എടുക്കും. ആരാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ഇവിടുത്തെ രീതി കണ്ടിട്ട് അത്ര വലിയ വിലയൊന്നും കിട്ടുന്ന സ്ഥലമല്ല ഇതൊന്നും. വിലയൊന്നുമില്ല ഇതില്ല. ഏറിയ ഞാൻ ചുറ്റോടും നോക്കിയിട്ട്
കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് വസ്തു വിറ്റുപോയത് ചെറിയ വിലയ്ക്കാണ് വിറ്റുപോയത്. കറക്റ്റാണോ? കറക്റ്റാണ്. കാരണം ഇതിന് മുന്നിലത്തെ വസ്തു വിറ്റുപോയത് സെന്റിനങ്ങാണ്ട് 25 15 എത്ര 25 അത്രയും ഞാൻ കാണുന്നുള്ളൂ. 25 രൂപയ്ക്കാണ് വിറ്റുപോയത്. ഇത് നിങ്ങളുടെ നിന്ന് കിട്ടാൻ ഒരു 10,000 രൂപക്കുള്ളിൽ ഇതിനകത്ത് പറയുന്നുമില്ലത്. 10 രൂപയ്ക്കാണെങ്കിൽ എടുത്തോളാം. 10 രൂപയ്ക്ക് ഇത് കൊടുത്ത് ഒന്നും ആകത്തുമില്ല. പക്ഷെ ഇതും ഏകദേശം ഒരു 20-25 രൂപയ്ക്കകത്ത് വിറ്റ് പോകും വിൽക്കാനാണെങ്കിൽ. ദൈവം അതിൻ്റെ അകത്തൊരു സംഭവിച്ചു. നിങ്ങളുടെ വീട് പണി വല്ലതും പൂർത്തിയാകാനുണ്ടോ? വാടകയ്ക്കാണ് താമസിക്കുന്നത്? എന്റെ കുടുംബ വീടാണ് കൊടങ്ങാവളം. അവിടെയാണോ താമസിക്കുന്നത്? അതാരുടെ വീടാ അത്? പഴയ ഒരു വീട്. അതാരുടെ വീടാ? ഇപ്പൊ അനിയത്തിയുടെ ഭർത്താവിന്റെ. അവിടെ ആണോ? എത്ര പേരുണ്ട് അവിടെ? നിങ്ങൾ മാത്രമുള്ളോ? അങ്ങനെയാ താമസിക്കുന്നത്? ഓക്കെ. ആ വസ്തു ആരുടെ? വേറൊരാളുടെ പണയപ്പെടുത്തിയിരുന്നു. ഇപ്പം അത് നിങ്ങളുടെ ആണോ അത്? അല്ല അല്ല. നിങ്ങൾക്ക് വസ്തു ഇല്ല, ഈ ഇരിക്കുന്നേ ഉള്ളൂ, വേറെ വസ്തു ഇല്ല. കൊടങ്ങാവില്ല. ഇത് വിറ്റാലേ വേറെ മാറാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ലേ? അങ്ങനെയാണ്. ഓ തന്നെ തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ താമസിക്കുന്നിടത്തോട്ട് പോകാം. സമ്മതിച്ചോ? അവിടെ കൂടി ഈ വസ്തു തീരുമാനമായി. കർത്താവേ, ആ മഞ്ചവളെ കിടക്കുന്ന ഈ വസ്തു യേശുവിന്റെ നാമത്തിൽ ഇത് വിറ്റുപോകും. ഇത് വിറ്റ് പോവുക മാത്രമല്ല, നിങ്ങൾക്ക് സർക്കാരിന്റെ പദ്ധതിയിൽ നിന്ന് ഒരു വീട് വരുന്നുണ്ട്. കൊടങ്ങാവള അമ്മൂമ്മയുടെ പേർക്ക് ഒരു വീടുണ്ട്. അവിടെ ഒരു 4.5 സെന്റ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വാങ്ങിച്ച്. അതിപ്പം വീടൊന്നും തുടങ്ങിയില്ല, പണിയൊന്നും തുടങ്ങിയില്ല. അതിപ്പം അമ്മച്ചിയുടെ പേർക്ക് വീടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിക്കുകയാണ്. അതിന് പപ്പ പറഞ്ഞ് ഇവിടെ വന്ന് പ്രെയർ ചെയ്തിട്ട് എന്താണ് പാസ്റ്റർ പറഞ്ഞ ദൂത് അതനുസരിച്ച് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വന്നത്. വീട് നമ്മൾ പണി തുടങ്ങാൻ പോവാ. വേറെ നോക്കാനാ, നമ്മൾ വീട് പണി തുടങ്ങാൻ പോവാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എങ്ങനെ ഞാൻ വരും? അങ്ങോട്ട് വന്നാൽ ഈ 4.5 സെന്റ് വസ്തു അല്ലേ, ഒരു കയറ്റം കയറി പോകുന്ന വസ്തുവാണോ? അത് തന്നെ. ഈ 4.5 സെന്റ് വസ്തുവിലേക്കാ പോകുന്നത്. പോകുമ്പോഴത്തേക്കും തേരിയുള്ളതോ? അങ്ങനെ പറയൂ. തേരി യേശുവിന്റെ നാമത്തിൽ ഒരു ഇറക്കം ഇറങ്ങി കയറി ചെന്ന് നിരപ്പായ ഒരു സ്ഥലത്ത് എന്നിട്ട് കാണുന്ന ഒരു വസ്തു. ഇത് ഇടതുവശത്താണോ വലതുവശത്താണോ ഒരു സംശയം. 2 വസ്തു ഒരുപോലെ, കുറേയേറെ വീടുകളൊക്കെ എന്നെ കർത്താവ് കാണിക്കുന്നത്. ഏതാ? ഇടത് സൈഡില്. അതാണോ നമ്മുടെ ഈ 4.5 സെന്റ് വസ്തു? 4 സെന്റ് വസ്തു. യേശുവിന്റെ നാമത്തിൽ അവിടെ ഒരു വീട് ഉണ്ടാകട്ടെ. നിങ്ങളുടെ വല്യമ്മച്ചിയുടെ പേരിലാണോ വീട് വന്നിരിക്കുന്നത്? ഇല്ല, എന്റെ അമ്മയുടെ പേരിലാണ്. നിങ്ങളുടെ അമ്മയുടെ പേരിലാണ് വീട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണോ അത്? അല്ലാതെ വേറെ നിവൃത്തിയില്ല. യേശുവിന്റെ നാമത്തിൽ അമ്മച്ചിക്ക് നിങ്ങൾക്ക് തരാനാണ് താല്പര്യവും. നിങ്ങൾക്ക് തരാൻ താല്പര്യമാണ്. അമ്മയ്ക്ക് സുഖമില്ല. ആ വീട് നിങ്ങൾക്കുള്ളതാ. അതിൻ്റെ അകത്ത് നിങ്ങൾ മുന്നോട്ട് പ്രൊസീജിയർ ഇത് ചെയ്തു. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടെ ഞാൻ കാണുന്നു. ഒരു 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 തീരെ ഒരു മുറിയേ ഉള്ളൂ ഈ വീടിന്. ഒരു മുറിയുള്ള ഒരു വീട്, ഒരു മുറിയേ ഉള്ളൂ. അതങ്ങ് തീരെ. അതും ഇതുപോലൊരു ഇറക്കമൊക്കെ ഇറങ്ങി ചെല്ലുന്ന ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുന്ന ഒരു വീട്. കുറേയേറെ വീടുകളൊക്കെ ഉള്ളിടത്ത് ഒരു വീടാണ് കാണിക്കുന്നത്. അത് ഇതിന് സ്ഥലമൊന്നുമില്ല. ഇതിന് 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇത് എത്ര ഉണ്ട്? ഇത് ഒട്ടുമില്ല. ഒന്നും ഇതെന്ത്? ഇത് കിണർ എവിടാ? ഞാനൊരു സ്റ്റെപ്പ് പോലുള്ളതൊക്കെയാണ് കാണുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒത്തിരി വീടുകൾ ഇതുപോലൊക്കെ ഇരിക്കുന്നു. ഒരേപോലെ ഇരിക്കുന്ന കുറേയേറെ വീടുകൾ. യേശുവിൻ്റെ നാമത്തിൽ ഫിനാൻസ് ഒന്നും കയറുകയല്ല. വലിയ പാടാ. പൈസയൊക്കെ കയറാൻ വലിയ ഇതിനകത്തിരുന്ന പൈസ ഓട്ടോമാറ്റിക്കായിട്ട് പറക്കുന്ന കാണാം. അത്ര യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ മേൽ ദൈവത്തിന് ഇവിടുന്ന് മാറണം. ചെന്ന് അതിൻ്റെ പേപ്പർ ആരാന്ന് വെച്ചാൽ ആരെ കണ്ട് ശരിയാക്കി
എഴുതിയിട്ടോ. 2025 തീരുന്നതിനിപ്പുറം ഒരു വാർത്ത വീട് ദൈവം കരങ്ങളിൽ കൊണ്ടുതരും. ദൈവത്തിന് ഒരു വാർത്ത വീട്, ഒരുപാട് പേർക്ക് വീട് പണിത് കൊടുത്തു. ഇനി നിങ്ങളുടെ സമയമായി. ഇനി സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾക്ക് കാലുവെക്കാം. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്റ്റീവ പോലത്തെ വണ്ടി എന്നെ കാണിക്കുന്നു. ആക്റ്റീവ പോലത്തെ ഒരു വണ്ടി ആരുടെയാ അത്? അപ്പയ്ക്കുണ്ട്, ചേച്ചിക്കുണ്ട്, എനിക്കുണ്ട്. 2 പേർക്കുണ്ടോ? 3 പേർക്കുണ്ട്. എനിക്ക് ചേതക്ക്. 3 ആക്റ്റീവായോ? എനിക്ക് ചേതക്ക് പഴയ ചേതക്കോ? അതേത് മോഡലാ? 1998. 1998. പൊന്നുമോനെ അതെനിക്ക് താടാ. 1998 വണ്ടി. എടാ അതുപോലെ ഒരെണ്ണം ഉണ്ട്, നീ എങ്ങനെയെങ്കിലും കൊണ്ടുതാടാ, ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഓടിച്ചോളാം. എൻ്റെ ഒരു സ്വപ്നമാടാ അത്. പഴയ ചേതക്ക്. ഓ വെസ്പ വല്ല ഒരു പെണ്ണ്, നീ അത് കൊണ്ടുപോവാ. എന്തോ വണ്ടിയാ അത്? ഈ ബ്ലാക്ക് കളർ വണ്ടി ആരുടെയാ? ഡിയോ അതാരുടെയാ? ചാന വണ്ടിയോ? KL 19 ആണോ അതോ KL 19? ചെല്ലുക, വീട് പണി ആരംഭിക്കുക. ദൈവരൻ ഈ വണ്ടിക്കകത്തുനിന്ന് നിങ്ങളെ കൊല്ലാൻ പിശാച് പദ്ധതി ഇട്ടതാണ്. നിങ്ങളെ കൊന്നു കളയാനായിട്ട്, തലയടിച്ച് വീഴ്ത്താൻ പിശാച് ഒരു പ്രാവശ്യം വീണു. അത് ഒരു ടിപ്പർ നിങ്ങളുടെ തലയിൽ കൂടെ കയറി ഇറങ്ങേണ്ട സാഹചര്യമാണ്. പക്ഷെ എൻ്റെ ദൈവം നിങ്ങളെ വിടുവിച്ചതാന്ന് പറയാം. ഞാൻ കാണുന്നൊരു വളമുള്ളൊരു ഏറിയ കാണുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വളമുള്ളൊരു ഏറിയ കട്ടിങ്ങേന്ന് വണ്ടി ചാടുക. അത് വേണ്ടൊരു വിളയാ. എന്തുവാ? അല്ല, ആ സ്ഥലത്തിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞോണ്ടൊരു വിളയാ അത്. അതും ഒരു വിളയെന്ന് പറഞ്ഞ സ്ഥലമാണ് അത്. അവിടെ സംഭവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. നിങ്ങൾക്ക് സന്ധ്യ അല്ലാതെ വേറെ പേരുണ്ടോ? ഷീബ. വേറെ പേരുണ്ടോ? ഷീബ റാണി. യേശുവിൻ്റെ നാമത്തിൽ ഷീബ റാണിയെ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു. കർത്താവേ, പ്രിയ ദൈവദാസനെ അനുഗ്രഹിച്ചു മുദ്രയിടുന്നു. മകനെ അനുഗ്രഹിച്ചു മുദ്രയിടുന്നു. ഈ വർഷം സംഭവം നടക്കും. അച്ഛാ, എന്നോട് കർത്താവ് പറയുന്നു, ഏപ്രിൽ മാസം പകുതി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരം ചലിക്കും. ഒരു പേപ്പർ 4 ലക്ഷം രൂപയ്ക്ക് മേളിൽ ദൈവം ഒരു അത്ഭുതം അതിൻ്റെ അത് ചെയ്യും. വീട് പണി നടക്കും. മക്കൾ ഉയർന്ന നിലയിൽ വരും. 2 മക്കൾ ഉയർന്ന നില. നിങ്ങളുടെ മകള് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അധികം താമസമില്ലാതെ മസ്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകും. തീർന്നില്ല. ഈ വീട് വെച്ച് 2-3 വർഷമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ദൈവം ഈ ഏറിയതിനെ നിങ്ങളെ പൊക്കി മാറ്റും. പുതിയ നെയ്യാറ്റിൻകരയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം നിങ്ങളുടെ മേൽ ചെയ്യും. ഒട്ടും പതറണ്ട. ശകലമുല. നിങ്ങളുടെ പോക്കറ്റൊക്കെ ശൂന്യമാണ്. നിങ്ങൾ എത്ര അധ്വാനിച്ചാലും നിങ്ങളുടെ കൈ പൈസ നിൽക്കത്തില്ല. എത്ര അധ്വാനിച്ചാലും. പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ പോയി നോക്കിക്കേ, നിങ്ങളുടെ അധ്വാനത്തിന് ഫലം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ധൈര്യത്തോടെ പോവാ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പോയിട്ട് വരിക. റാഷ് ബലാറകല പോയിട്ട് വാ. റാദ്ലൽ ബർത്തനാദല. സാറേ, ആ വസ്തുവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. അത് ഏറ്റെടുക്കാൻ പോവാന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നത്. അത് ഏറ്റെടുക്കാൻ പോവാ. അങ്ങനെ ഒരു വേട് ഏറ്റെടുക്കാൻ പോവാ. ഏറ്റെടുക്കാൻ പോവാ. പഞ്ചായത്ത് ഏറ്റെടുക്കാന്ന് പറഞ്ഞു. പഞ്ചായത്ത് അത് ഏറ്റെടുക്കാൻ പോവാ. അതിന്റെ പേപ്പറൊക്കെ ശരിയാണ്. സെക്രട്ടറിയൊക്കെ സൈൻ ചെയ്യുന്നതായിട്ട് കളക്ടറേറ്റ് ചെയ്ത ഒരു പേപ്പർ സൈനായി വരുന്നു. കർത്താവിനെ കാണിക്കും. 1 വർഷം കൂടെ നിങ്ങൾക്ക് നീട്ടിക്കിട്ടാൻ പോവാ. മാർച്ച് 28-ാം തീയതി ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കും. ദൈവം അതിൻ്റെ അത്ഭുതം ചെയ്യും. പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ സകല മരണദൂതനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. കുടുംബത്തിന് നേരെ നിൽക്കുന്ന സകല മരണത്തിന്റെ കെട്ടുകളെ ഇവിടെ വെച്ച് തകർക്കുന്നു. ഇനി നീ മരിക്കയില്ല നിശ്ചയം. മരിക്കയില്ല നിശ്ചയം. മരിക്കയില്ല നിശ്ചയം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിടുന്നു. യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിടുന്നു. യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളെ ബ്രേക്ക് ചെയ്തു. കുടുംബത്തിന് നേരെ നിൽക്കുന്ന സകല പൈശാചിക ശക്തികളെ ഇവിടെ വെച്ച് വെട്ടി മാറ്റുന്നു. അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ധൈര്യത്തോടെ പോയത്.
ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.